ഭരിക്കുന്ന സർക്കാരിനെ മുഷിപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ പത്രപ്രവർത്തനം നടത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും പിന്നെ എന്തുകൊണ്ട് പറ്റില്ല? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ ഒരു മലയാള മനോരമയോ ടൈംസ് ഓഫ് ഇന്ത്യക്കോ ടെലിഗ്രാഫോ എന്തുകൊണ്ടാണ് അവർക്ക് എന്താ പേടിക്കേണ്ടത്? ഇപ്പോൾ ഇ ഡി വരും എന്ന് പറയുന്നുണ്ട്. ഇ ഡി വന്നിട്ട് പോട്ടെ, എന്തോ ചെയ്യും. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇവർക്ക് ഇ ഡിയിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി എന്തെങ്കിലും ഇവർ തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഉപ്പ് കതിനെന്താ വെള്ളം കുടിക്കണം. അങ്ങനെ നിയമം ഒരു ബ്രേക്ക് കിട്ടുണ്ടെങ്കിൽ അതിന് യു ഹാവ് ടു പേ എ പ്രൈസ് ഫോർ ദാറ്റ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പത്രങ്ങൾ, വലിയ ബ്രാൻഡുകൾ, ഞാൻ മാതൃഭൂമി, മനോരമ, ടൈംസ് ഓഫ് ഇന്ത്യ, ടെലിഗ്രാഫ്, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇവരെല്ലാം ഇന്ത്യയിലെ ഏറ്റവും നല്ല ചാർട്ടേഡ് അക്കൗണ്ടൻസാണ് ഇവർ ഹയർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഏറ്റവും നല്ല ലോയേഴ്സിന്, അതായത് ഒരു മണിക്കൂർ 15 ലക്ഷമൊക്കെ വാങ്ങിക്കുന്ന ലോയേഴ്സിനാണ് ഇവർ ഹയർ ചെയ്യുക. പിന്നെ ഇവർ ആരെയാണ് പേടിക്കുന്നത്? അങ്ങനെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, പേടിക്കണമെങ്കിൽ ദേ വുഡ് ഹാവ് ഹാഡ് സ്കെൽറ്റൻസ് ഇൻ ദെയർ കബോർഡ്. നമ്മൾ പറയും ദ ക്ലോസറ്റ് അവർക്ക് ഉണ്ടെന്നുള്ളത്. അതുമല്ലെങ്കിൽ, പക്ഷേ ഇതെല്ലാം പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ മറ്റ് വ്യവസായങ്ങളുള്ള ഒരു പത്രമേഖലയിൽ വന്നപ്പം അവർ വൾണറബിളാണ്. കാര്യം ഈ പറഞ്ഞ പത്രങ്ങൾ അവർക്ക് എന്ത് ബിസിനസ് എന്ന് പറയാൻ താല്പര്യമില്ല. ഞാൻ ഈ പറഞ്ഞ പേരുകളിലുള്ള പത്രങ്ങളിൽ ചുരുക്കം 1-2 പേർക്ക് മാത്രമാണ് വേറെ ഒരു വ്യവസായം, പ്യുവർലി ജേർണലിസം മാത്രം അല്ലെങ്കിൽ മീഡിയ കമ്പനി മാത്രം ഉള്ളത്. മറ്റവർക്കെല്ലാം മറ്റ് പല വ്യവസായം. അപ്പോൾ അവർ കൂടുതൽ വൾണറബിളാകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു മാധ്യമ ഇതിപ്പോൾ മാത്രമല്ല, BJP ഇരിക്കുമ്പോഴോ കോൺഗ്രസ് ഇരിക്കുമ്പോൾ എല്ലാം ആപ്ലിക്കലുമാണ്. നമ്മൾ യഥാർത്ഥ മാധ്യമപ്രവർത്തനം നടത്തുകയാണെങ്കിൽ വേറെ ഒന്നിലും പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ അതിൽ മാത്രം. അപ്പോൾ അത്രയും വൾണറബിലിറ്റി കുറയും. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഉദാഹരണത്തിന് ദൈനിക് ഭാസ്കർ എന്ന് പറഞ്ഞ പത്രം, അവരായിരുന്നു ഏറ്റവും കൂടുതൽ കോവിഡ് സമയത്ത് മോദി സർക്കാരിനെ വിമർശിക്കുകയും ഗംഗയിൽ കൂടി മൃതദേഹം ഒഴുകുന്ന ഫോട്ടോ വലുതായിട്ട് പ്രസിദ്ധീകരിക്കുകയും വലിയ തലവേദന ഉണ്ടാക്കി. അതിനുശേഷം അവിടെ ഇ ഡി റെയ്ഡ് നടന്നു. ഏതോ ഒരു ഏജൻസിയുടെ റെയ്ഡ് നടന്നു. പിന്നീട് കേട്ടത് വലിയ തുക ഫൈൻ കൊടുത്തു. പക്ഷേ നമ്മൾ നോക്കേണ്ട അതെല്ലാം സംഭവിച്ചു ശരിയാണ്. പക്ഷേ ആ പത്രം ഇന്നും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതതിൻ്റെ നയമൊക്കെ കുറച്ച് മാറ്റിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ പത്രം ഇറങ്ങുന്നുണ്ട്. അപ്പം ഈ BJP ഗവൺമെൻറ് വളരെ നിഷ്ഠുരമാണ്, ഒരുപാട് റിപ്രഷൻ ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമെങ്കിലും അവർക്ക് ഒരു പത്രം പോലും ഇതുവരെ പൂട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഉണ്ട്. ചില വെബ്സൈറ്റുകളിലേക്ക് പൂട്ടാൻ പറ്റിയിട്ടുണ്ട്, പക്ഷേ ഒരു പത്രത്തെ പോലും അവർക്ക് പൂട്ടാൻ പറ്റിയിട്ടില്ല എന്നുള്ള വസ്തു. അപ്പം ഫൈറ്റ് ചെയ്യുക എന്നുള്ള ഇത് ചെയ്യുന്നില്ല. പണ്ട് അദ്വാനി പറഞ്ഞ പോലെ കുനിയാൻ പറഞ്ഞപ്പോൾ എഴഞ്ഞു എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുനിയാൻ പോലും പറയാതെയാണ് ഇവർ സ്വയം ചെയ്യുന്നതെന്നുള്ള ഒരു. അപ്പോൾ ഇത് എനിക്ക് തോന്നി പേടി എന്ന് പറയുന്നത് വെറും ഒരു മുഖംമൂടിയായിട്ട് ഉപയോഗിക്കുകയാണ്. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പത്രങ്ങൾ.